സമയം നോക്കട, ഇപ്പോൾ ഡിസംബർ 14 ഉച്ചക്ക് 1:40 അവിടെ ഇജാസിന്റെ കല്യാണം നടന്നുകൊണ്ടിരിക്കുക. 2 ആകുമ്പോഴേക്ക് മുഴുവൻ ഫംഗ്ഷനും അവിടെ തീരും. ഇജാസിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാം. അതിന്റെ മുന്നേ ഞാൻ ചോദിക്കട്ടെ, തിങ്കളാഴ്ച 9ാം ക്ലാസ്സിന്റെ എക്സാം നടക്കാൻ പോവാണ്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പഠിച്ചോ? ഇവിടെ ഇരിക്കുന്ന മെജോറിറ്റി ആൾക്കാരും ഒരു തേങ്ങയും പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറയും. എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? നിങ്ങൾ കഴിഞ്ഞ ദിവസം വരുന്ന ന്യൂസ് ഒന്നും നിങ്ങൾ കാണുന്നില്ലേ? എല്ലാത്തിൻ്റെ എക്സാം ടഫ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. SSLC ആണെങ്കിലും +1 ആണെങ്കിലും +2 എല്ലാം ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ +1 +2 ഒക്കെ മാത്സ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിയപ്പോൾ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ചോദിക്കാത്ത അത്രയധികം ടഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇതൊന്നും നിങ്ങളെ ബാധിക്കൂല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാനിപ്പോൾ 9ാം ക്ലാസ്സിലല്ലേ, ഇതൊക്കെ ഞാൻ ഇപ്പോഴേ എന്തിനാണ് നോക്കുന്നത് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഈ 9ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ എത്തൂലേ 10ലും +1ലും +2ലും ഒക്കെ എത്തൂലേ? അന്നപാട്ട് മല മറിച്ചൂടാന്നാണോ വിചാരിക്കുന്നത്? നിങ്ങളൊക്കെ വലിയ വലിയ ആഗ്രഹങ്ങളും ഡ്രീംസും ഒക്കെ ആയിട്ട് ഇറങ്ങിയവരായനല്ലേ. ഇപ്പൊ അതൊക്കെ പോയോ? എന്തായിപ്പോയി? അതൊക്കെ എല്ലാം മറന്നുപോയോ? ഒക്കെ പോട്ടെ, ഇപ്പൊ നിങ്ങൾ റൂമിലിരുന്ന് അല്ലെങ്കിൽ ഹാളിലിരുന്ന് ഭയങ്കര ജോളിയായിട്ടിരുന്ന് ഫോണിൽ ഇതിപ്പോ എങ്ങനെയോ ഒന്ന് കണ്ടുപോയതല്ലേ? ഫോണിൽ കളിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ ഒരു വീഡിയോ എങ്ങനെയോ കണ്ടുപോയതല്ലേ? ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഏന്തി നോക്കിയാൽ കാണാം, ഒരാളെ കാണാം. ഉമ്മ, നിങ്ങളുടെ ഒക്കെ ഉമ്മ അല്ലെങ്കിൽ ആരാണ് അമ്മ, അവിടെ അടുക്കളയിൽ എന്തോ പണിയെടുക്കുന്നുണ്ടാവും. വലിയ പ്രതീക്ഷ, മോൻ അതാവും മോൾ ഇതാവും എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതീക്ഷയിൽ നിൽക്കുന്നതാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉപ്പനെ അല്ലെങ്കിൽ അച്ഛനെ കാണില്ല. മൂപ്പര് എവിടെയോ ഉണ്ടാവും, ദുബായിലായിരിക്കും അടിമ പണിയെടുക്കുകയായിരിക്കും. ഏതോ റെസ്റ്റോറൻറ്റിൽ കഫ്തീരിയയിൽ രാവും പകലും പണിയെടുക്കുകയായിരിക്കും. അല്ലെങ്കിൽ എന്താണ് വേറെന്തെങ്കിലും പണിയെടുക്കുക. ഇല്ലേ കുറച്ച് കഴിഞ്ഞാൽ വരും കൂലിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് മൊത്തം വേർത്ത് കുളിച്ച് അപ്പോഴും നിങ്ങൾക്കുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടാവും. അതൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരുന്നോ? എന്താണോ നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ഇവരോടൊന്നും ഒരു ഉത്തരവാദിത്തമല്ലേ? നിങ്ങൾക്ക് നിങ്ങളോടൊരു ഉത്തരവാദിത്തമല്ലേ? ഈ ഒരു കാര്യം കൂടുതലൊക്കെ പറയുന്നതിന് മുന്നേ ഞാൻ ഇജാസിന്റെ കാര്യത്തിലേക്ക് വരാം. ആരായിരുന്നു ഇജാസ്? എനിക്ക് കഴിഞ്ഞ 25 വർഷമായിട്ട് എൻ്റെ കൂടെ ഊണിലും ഉറക്കിലും ഉണ്ടായിരുന്ന ആള്. നിങ്ങളെപ്പോലെ 8ലും 9ലും 10ലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ പലതും പഠിപ്പിച്ച് പാസ്സാക്കിക്കൊണ്ടിരുന്നവൻ, എൻ്റെ വീട്ടിലൊരു പരിപാടി ഉണ്ടാകുമ്പോൾ ആദ്യം അവിടെ എത്തിയിരുന്നവന്, അവൻ്റെ കല്യാണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നൊക്കെ ഫ്രണ്ട്സ് ഇങ്ങനെ തുരാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ കോള് പോലും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഇവിടെ ക്ലാസ്സോട് ക്ലാസ് ആണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകാനുള്ള ഉത്തരവാദിത്തം എങ്കിലേ ഉറപ്പായിട്ടും ആ ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയത്, എനിക്ക് ഫീൽ ചെയ്തത് അതിനെക്കാട്ടിലും ഉത്തരവാദിത്തം എനിക്ക് കേരളത്തിലെ കുട്ടികളോടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് എനിക്ക് അവിടെ പോകാൻ പറ്റായിട്ടും ഞാൻ അതിൻ്റെ വിഷമമൊക്കെ അടിച്ചമർത്തി ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എൻ്റെ ഉത്തരവാദിത്തം ക്ലാസ് എടുക്കലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പറഞ്ഞു തരലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് നിങ്ങളുടെ ഉത്തരവാദിത്തം? ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ പഠിക്കാന്നുള്ളതല്ലേ നിങ്ങളുടെ ഉത്തരവാദിത്തം? നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ? ആലോചിച്ച് നോക്കി. അത് ചെയ്യുന്നില്ല. പിന്നെ എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്നൊക്കെ ഒളിച്ചോടിയിട്ടുള്ള ഒരു പരിപാടിയല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്നിപ്പോൾ ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ അവിടെ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് 9ാം ക്ലാസ്സിന് വേണ്ടിയിട്ട്. ഒരു അക്ഷരം അറിയാത്ത കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലല്ലേ അവിടെ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? എന്താണ് നിങ്ങളെ റീസൺ? എന്താണ് നിങ്ങൾ ഇതിൽ നിന്നൊക്കെ ഒളിച്ചോടി എങ്ങോട്ടാണ് പോകുന്നത്? സ്വയം നിങ്ങൾ എത്ര കാലം നിങ്ങളെ പറ്റിക്കും? ഈ ഒരു സംഭവം നിങ്ങളെ സമ്മതിച്ച് തന്നേ പറ്റൂ. നിങ്ങൾ ട്രൈ ചെയ്യുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾ ഒഴപ്പാണെന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചേ പറ്റൂ. അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന വലിയ തെറ്റാണ്. അതിലുപരി നേരത്തെ പറഞ്ഞ് നിങ്ങളുടെ ഉപ്പയോടും ഉമ്മയോടും അച്ഛനോടും അമ്മയോടും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഇനിയെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ഞാൻ പറയുന്നത് ഇന്നിപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ട് തിങ്കളാഴ്ചത്തെ 9ാം ക്ലാസ്സിന്റെ മാത്സ് എക്സാമിന് നിങ്ങൾ മല മറിക്കണം എന്നുള്ളതല്ല. പക്ഷെ ഇപ്പോഴെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങണം. പഠിച്ചു തുടങ്ങിയേ പറ്റൂ. പഠിച്ചേ പറ്റൂ. വേറെ എന്താണ് ഇനി നോക്കാനുള്ളത്? ഇല്ലെങ്കിൽ അത് നിങ്ങളോടും നേരത്തെ പറഞ്ഞ നിങ്ങളുടെ പാരൻസിനോടും, അതായത് കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി നിന്ന നിങ്ങളുടെ പാരൻസിനോടും ചെയ്യുന്ന വലിയൊരു ക്രൂരതയായി മാറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആൻഡ് ഇതൊരു അവസാന ചാൻസ് ആയിട്ട് കണ്ടിട്ട്, ഈ ഒരു എക്സാമിന് അവസാന ചാൻസ് ആയിട്ട് കണ്ടിട്ട് ഇനി മുതലുള്ള ഓരോ സെക്കൻഡും എങ്കിലും നിങ്ങൾ അതിനു വേണ്ടി പഠിക്കാൻ തയ്യാറാവണം മക്കളെ. ഇല്ലെങ്കിൽ അത് ചതിയാണ്, അത് ചീറ്റിംഗ്
ആണ്, അബ്സല്യൂട്ട്ലി അത് ചീറ്റിംഗ് ആണെന്ന് ഞാൻ പറയും. ഇനിയെങ്കിലും തുടങ്ങി മക്കളെ. നമ്മളുടെ ലൈവ് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇനിയെങ്കിലും അത് ചെയ്തേ പറ്റൂ. ചതിക്കല്ലേ മക്കളെ, ചതിക്കല്ലേ. നിങ്ങളെയും നിങ്ങളെ വിശ്വസിച്ചവരെയും ചതിച്ച് ഇനി ഇങ്ങനെ മുന്നോട്ട് പോവല്ലേ. എന്താണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? നിങ്ങളുടെ മെൻറ്റാലിറ്റിയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ആ കാര്യങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതൊരു അവസാന ചാൻസ് ആയിട്ട് കണ്ടിട്ട് ഇനിയെങ്കിലും പഠിക്കുക. ഇനി നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചാലും നിങ്ങളെ പഠിപ്പിച്ച് നല്ല സ്കോറിലേക്ക് എത്തിക്കാൻ ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.